നമസ്തേ, ഞാൻ എം നിഖിൽകുമാർ. IPL ആവേശത്തിലേക്ക് സ്വാഗതം. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് വീണ്ടും തോൽവി. ലക്നൗ സൂപ്പർ ജയൻസിനോട് 4 വിക്കറ്റിനാണ് മുംബൈ തോൽവി വഴങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഉയർത്തിയ 145 റൺസ് വിജയലക്ഷ്യം 4 പന്ത് ശേഷിക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൗ മറികടക്കുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ സ്റ്റോയിനിസാണ് സൂപ്പർ ജയൻസിന് ജയം സമ്മാനിച്ചത്. നേഹാൽ വധേരയുടെയും അവസാന ഓവറുകളിൽ തകർത്തടിച്ച ടിം ഡേവിഡിൻ്റെയും പ്രകടനമാണ് മുംബൈക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഇന്നത്തെ മത്സരത്തിൻ്റെ വിശകലനത്തിനായി നമ്മോടൊപ്പം BCCIയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, IPL വീണ്ടും മുംബൈ തോൽവി വഴങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നലെ പൂർണ്ണമായിട്ടും വിജയിക്കുമെന്ന് കരുതിയ ഒരു മത്സരമായിരുന്നു മുംബൈ ഇന്ത്യൻസ്. ഒരു തിരിച്ചുവരവ് അവർ നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന മത്സരം വളരെ ദയനീയമായിട്ട്, എന്തിലും ആവേശകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ബൗളർമാർക്ക് അസിസ്റ്റൻസ് കിട്ടിയിരുന്ന, നമ്മളെപ്പോഴും ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് IPL കണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ സമാനമായ രീതിയായിരുന്നില്ല. ബൗളർമാർക്ക് അനുകൂലമാവുന്ന ഒരു പിച്ചായിരുന്നു. എങ്കിലും വീണ്ടും ഇന്ത്യയുടെ ഇപ്പോൾ ലോകകപ്പ് ടീമിൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയും പൂർണ്ണ പരാജയപ്പെട്ടു. അത് ഒരു കുറവ് തന്നെയാണ്. കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്ര ഇനി വരാൻ പോകുന്ന ലോകകപ്പ് ഇതെല്ലാം അവർക്കറിയാം. എങ്കിലും അവരുടെ പെർഫോമൻസും വളരെ ദയനീയമായിട്ട് അവരുടെ ബാറ്റിംഗിൽ നിന്ന് ബാറ്റർമാരായിട്ടുള്ള രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും രോഹിത് ശർമ്മയും സാമാന്യം ഭേദപ്പെട്ട ഒരു സ്കോർ പടുത്തുയർത്തിയിരുന്നെങ്കിൽ മുംബൈക്ക് നല്ലൊരു സ്കോർ തന്നെ വരുമായിരുന്നു. എങ്കിലും പൂർണ്ണമായിട്ട് അവരുടെ ബാറ്റർമാരുടെ പരാജയം. ഇഷാൻ കിഷനും വധേരയും മാത്രമാണ് സാമാന്യം. ടിം ഡേവിഡിന്റെ അവസാന ഓവറിലുള്ള ബാറ്റിംഗ് മികവ് എല്ലാ രീതിയിലും ഭേദപ്പെട്ട ഒരു സ്കോർ എന്ന് പറയാൻ സാധിക്കില്ല മുംബൈയുടെ ഒരു ടീമിന്റെ പേര് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ മറുപടി ഇറങ്ങിയ സൂപ്പർ ജയൻസും നല്ലൊരു തുടക്കം. KL രാഹുൽ അദ്ദേഹത്തിന്റെ 28 റൺസ്, കൂടാതെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള സ്റ്റോണിസിന്റെ ഒരു മികച്ച ഇന്നിങ്സ്. അദ്ദേഹം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരമായിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിലും സ്റ്റോണിസിന് മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹം ജയൻസിനെ വിജയത്തിലോട്ട് എത്തിക്കുകയുണ്ടായി. ഇന്നലെയും സമാനമായ രീതിയിൽ അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി. എല്ലാ രീതിയിലും മുംബൈയെ അവർക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചു. അത് മാത്രമല്ല, ഒരു നല്ല മികച്ച വിജയം അവർക്ക് അവസാന ഓവറിലാണെങ്കിലും ജയൻസിന് നേടാൻ സാധിച്ചത് അവരുടെ കോൺഫിഡൻസ് ലെവലും അവരുടെ പ്ലേ ഓഫ് സാധ്യതയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. മുംബൈ ആവട്ടെ, ഇനി പ്ലേ ഓഫ് സാധ്യത കാണണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ മറ്റൊരു കാര്യം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബാറ്റർമാർ ആധിപത്യം പുലർത്തുന്ന മത്സരങ്ങളായിരുന്നു എന്നതാണ്. എന്നാൽ ഇന്നലെ പതിവിന് വിപരീതമായി ബൗളേഴ്സ് ആധിപത്യം പുലർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അത് രണ്ട് ടീമിൻ്റെയും ബൗളേഴ്സ് കൃത്യമായി ആധിപത്യം പുലർത്തുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലത്തേത്, അല്ലേ? വളരെ വ്യക്തമാണ്. കാരണം ഇന്നലെയാണ് ബൗളർമാർക്ക് ഹെൽപ്പ് കിട്ടുന്ന ഒരു പിച്ച് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റെല്ലാം തന്നെ ബാറ്റർമാർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം. എങ്കിലും ഇന്നലെ ബൗളർമാരും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പിച്ച് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതനുസരിച്ച് ഇരു ടീമുകളിലും ബൗളർമാർക്ക് വളരെ മികച്ച രീതിയിൽ പന്തെറിയാൻ സാധിച്ചു. വളരെ വ്യക്തമാണ്. കാരണം ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടീമിന്റെ ആ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ബുംറ ഉൾപ്പെടെയുള്ളവർ 4 ഓവറിൽ വെറും 17 റൺസാണ് ബുംറ വിട്ടുകൊടുത്തത്. വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും 17 റൺസ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് വിക്കറ്റിന്റെ ആ ഒരു പ്രവണതയാണ്. അപ്പൊ അത് ശരിവെക്കുന്ന രീതിയിൽ ബൗളർമാർ, ഇരു ടീമുകളുടെയും ബൗളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. തീർത്തും രണ്ട് ബാറ്റർമാർക്ക് സ്ട്രോക്ക് കളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇന്നലെ കാണുകയുണ്ടായി. എങ്കിലും മികച്ച രീതിയിൽ എക്സ്പീരിയൻസ് ആണല്ലോ അവിടെയും നമ്മൾ എടുത്തു പറയേണ്ടത്. സ്റ്റോണിസിന്റെ അർദ്ധ സെഞ്ചുറി, വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു. ഈ ബുദ്ധിമുട്ടുള്ള പിച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്നലത്തെ ആ ടീമിന്റെ വിജയത്തിന്റെ മുഖ്യ ശില്പി. അതുതന്നെയാണ്. എന്തായാലും IPL-ൽ മുംബൈ ഇന്ത്യൻസ് വീണ്ടും തോൽവി വഴങ്ങിയിരിക്കുകയാണ്. പ്ലേ ഓഫ് സാധ്യത മങ്ങിയിരിക്കുകയാണ് മുംബൈയുടെ. മറുവശത്ത് ലക്നൌവിലേക്ക് വന്നാൽ ലക്നൗ വീണ്ടും ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. അവർ പ്ലേ ഓഫിലേക്കുള്ള സാധ്യത കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്ലേ ഓഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലക്നൗ എന്ന് പറയാം. പതിവിന് വിപരീതമായി ബൗളേഴ്സ് ആധിപത്യം പുലർത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ കണ്ടത്. രാജസ്ഥാൻ റോയൽസിനുമൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുമാവും. കാരണം ജോസ് ബട്ട്ലർ രാജസ്ഥാൻ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലാണ്. അതുപോലെ ഫിൽ സാൾട്ട് കൊൽക്കത്ത നിരയുടെ, രാജസ്ഥാൻ്റെ നട്ടെല്ല് ബട്ട്ലർ ആണെങ്കിൽ കൊൽക്കത്ത നിരയുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് ഫിൽ സാൾട്ടാണ്. ഈ രണ്ട് താരങ്ങളുടെ വിടവാകും ഈ രണ്ട് ടീമുകൾക്കായിരിക്കും ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുക, അല്ലേ? അല്ല, അത് മാത്രമല്ല, ഇപ്പൊ സാം കറൻ പഞ്ചാബിനെ നയിക്കുന്ന ക്യാപ്റ്റനാണ്. അപ്പൊ ഇവരെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഇപ്പൊ മൊയിൻ അലി ചെന്നൈക്ക് കളിക്കുന്ന, ഇവരെല്ലാം തന്നെ വളരെ നിർണായക റോള് വഹിക്കുന്നതാണ് ഓരോ ടീമിനും. അപ്പൊ ഓരോ പ്ലെയറിന്റെ അഭാവം
തീർച്ചയായിട്ടും എല്ലാ ടീമുകൾക്കും IPL ഫ്രാഞ്ചൈസിൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും അത് ബാധിക്കുന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. പക്ഷെ കൂടുതൽ നമ്മളിപ്പോ മാച്ച് വിന്നർ എന്നൊക്കെ നമ്മൾ പറയുന്ന ബട്ട്ലർ, അപ്പൊ അത് രാജസ്ഥാന് അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് മികവ് നമ്മളെ എല്ലാ മത്സരത്തിലും കാണാൻ സാധിക്കുന്നു. അപ്പൊ ബട്ട്ലറിന്റെയൊക്കെ ഒരു ബാറ്റിംഗ്, അദ്ദേഹത്തിന്റെയൊക്കെ ഒരു അഭാവം തീർച്ചയായിട്ടും രാജസ്ഥാനെ പോലെയുള്ള ഒരു ടീമിന് കൂടുതൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും IPL കളിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ട് താരങ്ങൾക്ക് പ്ലേ ഓഫിന് മുൻപ് മടങ്ങും. ലോകകപ്പിന് മുന്നോടിയായി മെയ് 22-ന് പാകിസ്ഥാനെതിരായ പരമ്പര തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇംഗ്ലീഷ് താരങ്ങളുടെ മടക്കം. ജോസ് ബട്ട്ലർ, ഫിൽ സാൾട്ട്, വിൽ ജാക്സ്, റീസ് ടോപ്ലി, മൊയിൻ അലി, സാം കറൻ, ജോണി ബെയർസ്റ്റോ, ലിയാം ലിവിങ്സ്റ്റൺ തുടങ്ങിയ താരങ്ങളാണ് IPL പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് മടങ്ങുന്നത്. മറ്റൊരു വാർത്ത നോക്കിയാൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പേസർ ഹർഷിത് റാണയ്ക്ക് IPLലെ ഒരു മത്സരത്തിൽ വിലക്കും മാച്ച് ഫീയുടെ 100% പിഴയും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ പോരാട്ടത്തിൽ എതിർത്താരം അഭിഷേക് പോറലിന് നേരെയുള്ള മോശം ആംഗ്യത്തെ തുടർന്നാണ് നടപടി. IPL രണ്ടാം തവണയാണ് റാണയ്ക്ക് പിഴ ലഭിക്കുന്നത്. ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ മായങ്ക് അഗർവാളിനെ പുറത്താക്കിയ ശേഷം ഫ്ലൈയിങ് കിസ് യാത്രയപ്പ് നൽകിയതിന് നേരത്തെ മാച്ച് ഫീയുടെ 60% റാണയ്ക്ക് പിഴ ലഭിച്ചിരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ IPLലെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ IPLൽ ജയം തുടരാൻ ചെന്നൈ സൂപ്പർ കിങ്സും പഞ്ചാബ് കിങ്സും ഇന്ന് ഇറങ്ങുന്നുണ്ട്. അവസാന മത്സരത്തിൽ ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. നായകൻ ഋതുരാജിൻ്റെയും ശിവം ദുബെയുടെയും പ്രകടനമാണ് ചെന്നൈയുടെ കരുത്ത്. ശശാങ്ക് സിംഗിൻ്റെ ഫോമിലാണ് പഞ്ചാബ് കിങ്സിൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ മത്സരത്തിൽ ബെയർസ്റ്റോ തിളങ്ങിയതും പഞ്ചാബിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പി രംഗനാഥൻ തുടരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്ന് ചെന്നൈ ഇറങ്ങുന്നുണ്ട്. ഒപ്പം ചെന്നൈയുടെ എതിരാളി പഞ്ചാബ് കിങ്സ് ആണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഒരു ഫോം തന്നെയാണ്, അതുപോലെ ശിവം ദുബെയുടെയും ഫോം തന്നെയാണ് ചെന്നൈയുടെ പ്രധാന കരുത്ത് എന്ന് നമുക്ക് പറയാനാകുമല്ലേ? വളരെ വ്യക്തമാണ്. ചെന്നൈ ഒരു വെൽ സെറ്റ് സൈഡാണ്. അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഋതുരാജ് ഗെയ്ക്വാഡ് ഫോമിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ്, ശിവം ദുബെയുടെ ഓൾറൗണ്ട് മികവ്, കൂടാതെ ബൗളിംഗിന്റെ കാര്യത്തിൽ ജഡേജയായാലും ഇവരെല്ലാം തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെന്നൈക്ക് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, ചെന്നൈയുടെ ഒരു ധോണിയുടെ സാന്നിധ്യം അതും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. അപ്പൊ ഈ മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായിട്ടും വരുന്നൊരു ടീമായിട്ട് ചെന്നൈക്ക് മാറാൻ സാധിക്കും. അപ്പൊ എന്തായാലും പഞ്ചാബിന് നമുക്ക് ക്രിക്കറ്റാണ്, നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് T20 ഫോർമാറ്റ്, ബെയ്സ്റ്റോനെ പോലെയുള്ള താരങ്ങൾ അല്ലെങ്കിൽ സാം കറിനെ പോലെയുള്ള താരങ്ങൾ, പഞ്ചാബിന്റെ ഒരു വിജയം അവർക്ക് ഏത് മത്സരം അവർ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ടീമാണ് പഞ്ചാബ്. അവരെ കരുത്തരായിട്ടുള്ള ടീമുകളെ അവരെ അട്ടിമറിക്കുന്നു. പക്ഷെ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെന്നൈക്കാണ് കൂടുതൽ അപ്പർ ഹാൻഡ്. അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം. മറുവശത്ത് ഒരു ജയിച്ചു വരുന്ന ടീമാണ് പഞ്ചാബ്. എന്തായാലും നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മത്സരത്തിൻ്റെ മറ്റൊരു കാര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബൗളേഴ്സിൻ്റെ പ്രകടനങ്ങൾ നിർണായകമാണ്. ചെന്നൈയിലേക്ക് വന്നാൽ ചെന്നൈയുടെ 17യുടെ പ്രകടനമൊക്കെ ഇന്ന് നിർണായകമാകാനുള്ള സാധ്യതയുണ്ടല്ലേ? കാരണം ചഹാറിനെ പോലെയുള്ള ബൗളർ അവരെല്ലാം തന്നെ ഇപ്പൊ ചെന്നൈയുടെ ഒരു നേരത്തെ പറഞ്ഞതുമായി അവരൊരു വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. ബാറ്റർമാരായാലും ബൗളർമാരായാലും തന്നെ അവർക്ക് ടീമിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ കഴിവുള്ള താരങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ചെന്നൈക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. മറുവശത്ത് പഞ്ചാബ് അങ്ങനെയല്ല. പഞ്ചാബിന്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു മത്സരം അവര് വളരെ ആധികാരികമായിട്ട് വിജയിക്കുന്നു, അടുത്ത മത്സരം വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു. പക്ഷെ എന്തായാലും ഇന്ന് ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും അപ്പർ ഹാൻഡ് ചെന്നൈക്ക് ഉള്ളത് അവരുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ താരങ്ങൾ കളിക്കുന്നു. ബോളർമാർ പ്രത്യേകിച്ച് മികച്ച രീതിയിൽ പന്തെറിയുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പി രംഗനാഥനാണ് വിവരങ്ങൾ നൽകിയത്. IPLൽ ഇന്ന് മത്സരമുള്ളത് പഞ്ചാബ് കിങ്സിനാണ്. ചെന്നൈ സൂപ്പർ കിങ്സാണ് എതിരാളികൾ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നൈ നായകൻ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ പ്രകടനം ഇന്ന് നിർണായകമാവും. ഒപ്പം ശിവം ദുബെ ഫോമിലുണ്ട്. ഈ ഒരു IPLൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ശിവം ദുബെയുടെ പ്രകടനമൊക്കെ ഇന്ന് നിർണായകമാവാനുള്ള സാധ്യതയുണ്ട്. ശ്രീ രംഗനാഥൻ, ഈ പ്രകടനങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിരുന്നാലും ഈ IPLലെ പ്രകടനം ഒരുപിടി താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ അത് ചർച്ച ചെയ്ത കാര്യമാണ്. പ്രത്യേകിച്ച് സഞ്ജു, പന്ത് അടക്കമുള്ള താരങ്ങൾക്കൊക്കെ IPLന്റെ ഈ ഒരു പ്രകടനം
നമ്മുടെ വരാനിരിക്കുന്ന T20 ലോകകപ്പിലേക്ക് വഴി തുറന്നിട്ടുണ്ടല്ലേ? സഞ്ജുവിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. IPL പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് പ്രത്യേകിച്ച് ലോകകപ്പിന് ഒരു സ്ഥാനം ഏറ്റെടുത്ത്. പക്ഷെ പെർഫോം ചെയ്യാത്ത IPL ഇപ്പോൾ നിരന്തരമായിട്ട് പെർഫോം ചെയ്യാത്ത ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ടീമിൽ വരുന്നു. റിങ്കു സിംഗിനെ പോലെയുള്ള താരങ്ങൾ തഴയപ്പെട്ടു. സൂര്യകുമാർ യാദവ് ടീമിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളും സർപ്രൈസുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിൽ തന്നെയും എടുത്ത പ്ലേയേഴ്സ് എല്ലാം തന്നെ പെർഫോം ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ്. പക്ഷെ IPLന്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ടീമിൽ കാണാൻ സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ പരിചയസമ്പന്നത അതെല്ലാം വെച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യനെ പോലെയുള്ള താരങ്ങളെ വൈസ് ക്യാപ്റ്റനാക്കി ടീമിലെടുത്തതും. കൂടാതെ അക്ഷർ പട്ടേൽ എന്നുള്ളൊരു താരത്തിന് ടീമിലെടുത്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പം കുൽദീപ് യാദവും കൂടാതെ ചഹൽ കൂടാതെ ജഡേജ ഈ 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ഒരു ലെഗ് സ്പിന്നർ ഇങ്ങനെ ഒരു സ്പിന്നർമാരും അധികമായിട്ട് ടീമിൽ വന്നതായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇന്നലെ നമ്മൾ സഞ്ജു വി സാംസന്റെ കാര്യം മാത്രമേ നമ്മൾ ചർച്ച ചെയ്തുള്ളൂ. പക്ഷെ ടീമിലെ ഓരോ അംഗങ്ങളെ എടുക്കുകയാണെങ്കിലും അധികമായിട്ട് പലരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും IPL ആവേശം ഇവിടെ സമയം പൂർത്തിയാവുകയാണ്. ഇന്നലത്തെ മത്സരം മുംബൈ ലക്നൗ മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചത്. ഒപ്പം ഇന്ത്യൻ ടീമിലേക്ക് IPLലെ പ്രകടനം മൂലം സഞ്ജു അടക്കമുള്ള താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് നടക്കാനിരിക്കുന്ന ചെന്നൈ പഞ്ചാബ് മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ രാവിലെ 8:15 വീണ്ടും കാണാം. നമസ്തേ.